ചില വചനങ്ങൾ പാലിക്കാൻ പാടാണ്. ഇപ്പം നിങ്ങൾ എന്നോട് പറയും, അച്ഛാ ഇടിക്കൊള്ളണം ഞാനാണ്, ജോസഫച്ചൻ ഇവിടെ കിടന്ന് ഉറങ്ങിയുള്ളേ. ഇപ്പം നിങ്ങൾ വിളിച്ച് വിചാരിക്കുന്നുണ്ടേ, അച്ഛാ ഇതൊക്കെ കാര്യം സംഭവം കേൾക്കാൻ കൊള്ളാം, ഇട്ടിക്കൊള്ളണം ഞാനാണ്. ഇന്നാളൊന്ന് ചോദിച്ചെടുത്ത് പറയണേ, എൻ്റെ അച്ഛാ ചെടുത്തില്ലേ ചേച്ചി, അച്ഛാ ഒരു രക്ഷയില്ല ഏട്ടാ, ഒരു രക്ഷയില്ല. എന്താ കാര്യം? എവിടെ വായിക്ക് ഭയങ്കര മണമാണ്. അത് നമ്മൾക്ക് നിങ്ങൾ ചിരിച്ചില്ലേ, ഈ വായിക്കും മണമുള്ള ആൾക്കാരൊന്ന് ശ്രദ്ധിച്ചേക്കണേ, ജീവിക്കാൻ പറ്റില്ല കൂടെ അവളെ മടുത്ത് നരകം പിടിച്ചൊരു ജീവിതമായിപ്പോയി ഉള്ളത്. അവൾക്ക് അത്രയും സഹിക്കുന്നുണ്ട്. രാത്രിയാകുമ്പോൾ പേടിയാ, കാര്യം ശവക്കുടി തുറന്നു വെച്ചിരിക്കണത് പോലെയുള്ള അവസ്ഥയല്ലേ. അപ്പം അങ്ങനെയൊക്കെയുള്ള ജീവിത പങ്കാളിയുടെ നീതി കാണിക്കണം കേട്ടോ നിങ്ങൾ. ഇതൊക്കെ ശാരീരികമായ ഒരു അടിസ്ഥാന ആവശ്യങ്ങളാണ് ഇതൊക്കെ. ചില ആൾക്കാർ ഇതൊന്നും ശ്രദ്ധിക്കണില്ല. അതിൻ്റെ പേരിൽ ചില ആൾക്കാർ ഇങ്ങനെ ഒരയിലിങ്ങനെ ഈ ഉരുകി തീരുകയാണ്. ആരോട് പറയാനാണ് എൻ്റെ മക്കളെ? ആരോട് പറയാനാണെന്ന് ചോദിച്ചാലും നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ കേൾക്കാൻ ഒരാളുണ്ട്. പിന്നെ ചില കാര്യങ്ങൾ കേൾക്കത്തില്ല. പൊട്ടം കളിക്കോ? ഞാൻ പറയും പൊട്ടം കളിയാണ് കേട്ടോ. എന്താ കാര്യം? ചില കേൾക്കത്തില്ല. ചിലത് പറയും അത് നീ തന്നെ കർത്താവിൻ്റെ നാമത്തിൽ എടുക്കാൻ പറയും. എൻ്റെ നാമത്തിൽ ശിശുവിനെ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. ആ അനുഗ്രഹമല്ല, യേശുവിനെ തന്നെയാണ്. ചിലതിന് നമ്മൾ അനുഗ്രഹമല്ല സ്വീകരിക്കാൻ പോണത്. അതാണ് മർക്കോസ് 9:37. എൻ്റെ നാമത്തിൽ ശിശുവിനെ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. ബലഹീനമായ സാഹചര്യങ്ങളാണ് ശിശു എന്ന് നമുക്കറിയാം. ഒരു ശൈശവമായ ഒരു വിഷയം. ഒരു ശിശുവിനെ സ്വീകരിക്കുന്നത് എന്നറിയാവില്ല, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ശിശുവിൻ്റെ ജലദോഷം വന്നാലും നമ്മൾ കൈ കൊണ്ട് ചെല്ലണം, ഇല്ലേ? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒരു ഭർത്താവിനെ കെട്ടിയെടുത്തിട്ടോ ഭാര്യയെ കെട്ടിയെടുത്തിട്ടോ ഒന്നും ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. ശിശുവാണെന്ന് വിചാരിച്ചാൽ മതി. മനസ്സിലായില്ലേ? നമ്മൾ ശിശുവിനെ എന്താ കുളിപ്പിച്ച് കൊടുക്കണം, പൊട്ടിച്ച് കൊടുക്കണം, ബാക്കി അതിൻ്റെ ദിനചര്യ എല്ലാം എടുക്കണം. കൊച്ചൊന്നും ചെയ്യത്തില്ല. ചെയ്യുവാ? ഒന്നും ചെയ്യത്തില്ല. പിന്നെ ആക്രമിക്കണം നിലവിളിച്ച് പിന്നെ നമ്മളവിടെ നിൽക്കുകയും ചെയ്യണം. നമ്മളെപ്പോട്ട് തീറ്റിക്കപ്പത്തിലും ഇല്ല. അതാണ് കുഞ്ഞിൻ്റെ അവസ്ഥ. നിൻ്റെ ഭർത്താവിൻ്റെ അവസ്ഥ ഇതുപോലെ ഇരിക്കും, നിൻ്റെ ഭാര്യയുടെ അവസ്ഥ ഇതുപോലെ ഇരിക്കും. ഒരു പ്രയോജനമില്ല. നമ്മൾ തന്നെ എല്ലാത്തിനും ചെല്ലണം. ദൈവം ഇതിനേക്കാൾ നില കെട്ടാതെ വരെ കന്യാസ്ത്രീ ആയാൽ മതിയായിരുന്നു. അത് ഒന്നില്ലെങ്കിൽ സമരത്തിനെങ്കിലും പോകാമായിരുന്നില്ല. കുറേ വേഷക്കാർ. അപ്പോൾ ഇതിൻ്റെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു പ്രോഗ്രാം വരുമ്പോൾ ശിശുവാണെന്ന് മനസ്സിലാക്കണം. അല്ല നീ നിൻ്റെ അമ്മയടുത്ത് പോലും പോയി നിലവിളിക്കരുത്. ഭർത്താവിലേക്ക് എന്തൊക്കെ ഇങ്ങനെ വിഷയം വരുമ്പോഴേ അമ്മയടുത്ത് പോയി നിങ്ങൾ സമാധാനം ജീവിക്കുന്നുണ്ടല്ലേ, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, എന്നെ കെട്ടിയാൽ നരകത്തിൽ കൊടുത്തപ്പോൾ തന്നെ നിങ്ങൾക്ക് സമാധാനമല്ല, ഞാൻ എന്തെങ്കിലും ചത്തുകൾ നിങ്ങളുടെ പേരെഴുതി വെക്കുമെന്ന് പറയും. അമ്മയോട് പറയണേ, ഞാൻ എന്തെങ്കിലും ചത്തുകൾ നിങ്ങളുടെ പേരെഴുതി വെക്കുമെന്ന്. ഇങ്ങനെ ഡയലോഗ് ഒന്നും ഫിറ്റ് ചെയ്യരുത്. ഈ ഡയലോഗ് ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനൊരു 100 ഡയലോഗ് ഫിറ്റ് ചെയ്യാൻ പറ്റിയ ആളാണ് ഇങ്ങേര്. എന്താ ചെയ്യുന്നറിയാമോ? 2:19 അമ്മ കൂടുതൽ പ്രയാസങ്ങൾ വരുമ്പോൾ പറയും എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിക്കുമെന്ന് പറയും. എന്നിട്ട് അതിനെക്കുറിച്ച് ധ്യാനിക്കുമെന്ന് പറയും. ചില കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി മാത്രം നമ്മൾ സഹിക്കാൻ വേണ്ടിയുള്ള സംഭവങ്ങളാണ്. ദൈവത്തിന് വേണ്ടി എന്തിനാണെന്നറിയാമോ? ഈ ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കണവൻ എന്നെ സ്വീകരിക്കുന്നു. എൻ്റെ ദൈവത്തിലെ ചില സംഭവങ്ങൾ, ചില വിഷയങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. സത്യം പറയുകയാണ്. ഞാൻ 32 കൊല്ലം ഈ ജോലി തുടങ്ങിയിട്ട്, ജനങ്ങളുടെ വേദന കേൾക്കാൻ തുടങ്ങിയിട്ട് 21 ലക്ഷം ആൾക്കാരുടെ വേദന ഞാൻ കേട്ടിട്ടുണ്ട്, നമുക്കറിയാമല്ലോ. പക്ഷേ അങ്ങനെ ഒരു ദൈവാനുഗ്രഹം ആദ്യം മുതൽ കിട്ടിയതാണ്. അച്ഛനായ ഇടക്കാലം കൊണ്ട് തുടങ്ങിയല്ല, അച്ഛനായ കാലം കൊണ്ട് തുടങ്ങിയതാണ്. പക്ഷേ നമുക്കെന്താ സംസാരിക്കണമെന്നറിയാം. എനിക്ക് മനസ്സിലാകണത് ചില കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഇല്ല. എങ്ങനെയാലും ഒരു 10% കാര്യങ്ങൾ തീരുമാനം ഉണ്ടാകത്തില്ല. ഇപ്പോൾ കർത്താവ് ഒരു വ്യാപാരി കർത്താവിൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചില്ലേ, ഞാൻ നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ് നീ എല്ലാത്തിനും ഉപരി ദൈവത്തെ സ്നേഹിക്കണം, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോഴേ അയാളെന്താ പറഞ്ഞത്? ഞാൻ ചെറുപ്പകാലം മുതൽ ഇതെല്ലാം പാലിക്കുന്നുണ്ടെന്ന് പറയും. ഉടനെ കർത്താവ് പറഞ്ഞു നിനക്കൊരു കുറവുണ്ടെന്ന് പറഞ്ഞ്. 10:20 മർക്കോസ് 10:20 നിനക്കൊരു കുറവുണ്ട്. എന്താണ്? നിനക്കുള്ളതെല്ലാം പോയി വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് എൻ്റെ അടുത്ത് വരാൻ. അയാൾ അപ്പം തന്നെ എബൗട്ടൻ അടിച്ചു പോയി, ഒറ്റടി. അയാൾ എബൗട്ടൻ അടിച്ചു പോയി, നടക്കത്തില്ലെന്ന് പറഞ്ഞ്. ആ വചനം പാലിക്കാൻ അങ്ങേർക്ക് പറ്റത്തില്ല. വചനമാണത്, പക്ഷെ അയാൾക്ക് പാലിക്കാൻ പറ്റത്തില്ല. അയാൾ എബൗട്ടൻ അടിച്ചു പോയി. അപ്പോൾ കർത്താവ് പറഞ്ഞു മക്കളെ എന്ന് വിളിച്ച്. അപ്പോസ്തലന്മാരെ കുഞ്ഞുങ്ങളെന്ന് വിളിക്കുന്ന ഒരു ഭാഗമാണത്. മക്കളെ, ധനവാനെ ദൈവരാജ്യത്ത് പ്രവേശിക്കാൻ എന്തോ ഒരു പാടാണ്. അപ്പം ചില കാര്യങ്ങൾ പാടാണെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ചില കാര്യം എന്തൊരു പ്രയാസമാണ്. എന്നിട്ട് പിന്നെയും കർത്താവിനെ അത് പറഞ്ഞിട്ട് പിന്നെയും അത് ഒപ്പിച്ച് പറയണം. മക്കളെ, ധനവാൻ ദൈവരാജ്യത്ത് പ്രവേശിക്കണേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കൊണ്ടിട്ട് പറയാം. അപ്പം അപ്പോസ്തലന്മാർ കണ്ണ് തള്ളിപ്പോയി. അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോസ്തലന്മാർ കണ്ണ് തള്ളിയെന്ന്. കണ്ണ് തള്ളിയെന്നില്ല, വിസ്മയിച്ചെന്ന്. എന്നിട്ടൊരു ചോദ്യം ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ആർക്ക് രക്ഷപ്പെടാൻ കഴിയും? അപ്പം കർത്താവ് ഉത്തരം പറഞ്ഞ് 10:30 മനുഷ്യന് ഇത്, മർക്കോസ് 10:30 എന്താ പറഞ്ഞത്? മനുഷ്യന് ഇത് അസാധ്യമാണ്, പക്ഷേ ദൈവത്തിനല്ല
അപ്പോഴും ഇപ്പം ഒരു വചനം നമ്മളോട് പാലിക്കാൻ പറഞ്ഞാലും നമ്മൾക്ക് അസാധ്യമായതുകൊണ്ട് നമ്മളതിൽ പരാജയപ്പെട്ടാലും ആ പരാജയം ദൈവം നമുക്ക് വേണ്ടി നികർത്തും കൈ അടിച്ച് കിടത്താണ്. ചില വചനങ്ങൾ നമ്മൾ ദൈവത്തിന് വേണ്ടി പാലിച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ മാനുഷ്യമായ പരാധീനതയും പരിമിതിയും കൊണ്ട് വചനങ്ങൾ പൂർണ്ണമായി പാലിക്കാൻ പറ്റിയില്ലെന്ന് വരും. പക്ഷേ അങ്ങനെ പറ്റാതെ വരുന്ന വചനങ്ങൾക്ക് മനുഷ്യന് അസാധ്യമായതുകൊണ്ട് തന്നെയാണ്. പക്ഷേ ദൈവത്തിനെല്ലാം. അപ്പം നിൻ്റെ പരാധീനത കർത്താവ് കൂടി പരിഹരിച്ചിട്ട് നിനക്ക് 100 മാർക്ക് തരും. നീ 55 എഴുതിയിട്ടുള്ളെങ്കിൽ ബാക്കി 45 കർത്താവ് ഗ്രേസ് മാർക്കായിട്ട് എഴുതി. ഗ്രേസ് മാർക്കുണ്ട് ഇതിൻ്റെ അകത്ത്. പക്ഷേ സത്യസന്ധമായിട്ട് നമ്മൾ നിൽക്കണമെന്നേ ഉള്ളൂ. ഗ്രേസ് മാർക്കായിട്ടാണ് എല്ലാം ചെയ്തിരിക്കണത്. എന്താ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തിനുദ്ദേശിച്ചാണ് പറയണത്? നിത്യജീവൻ, വരാനിരിക്കുന്ന ലോകത്ത് നിത്യജീവൻ. മക്കളെ, ചില ജീവിതം കടുകട്ടിയാണ്. ചിലപ്പോൾ നിൻ്റെ അനിയത്തിയുടെ ജീവിതം വളരെ സുന്ദരമായിരിക്കും നിന്നേക്കാളും. പക്ഷേ നീ ആയിരിക്കും ദൈവത്തിൻ്റെ ആളായിട്ട് കുഞ്ഞുനാളും പോലെ ജീവിച്ചിട്ടുള്ളത്. നിൻ്റെ അനിയത്തിയാണെങ്കിൽ വലിയ പ്രാർത്ഥനയും കാര്യങ്ങളൊന്നും ഇല്ല, ജീവിച്ച ആളാണ്. അവളാണെങ്കിൽ ചില സമയത്ത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കാണിച്ചൊക്കെയാണ് ജീവിച്ചിരിക്കുന്നത്. പക്ഷേ നമ്മൾ ദൈവത്തിൻ്റെ പക്വതയാണ് ജീവിച്ചിരിക്കുന്നത്. അവളെ സംബന്ധിച്ചത് അവളെ തീരുമാനം എല്ലാം കറക്റ്റാണ്. ഇപ്പം നമുക്ക് തോന്നും മണ്ടത്തരം, നമ്മളെ ലൈനടിച്ച് കെട്ടിയാൽ മതിയായിരുന്നു. അവളങ്ങനെ ലൈനടിച്ച് കെട്ടിയിരിക്കലാണ്. ആ കെട്ടിയ ആ പാർട്ടി തന്നെ ഒരു പ്രത്യേക പാർട്ടിയാണ്. പക്ഷേ അവരുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്. നമ്മൾ ദൈവമെന്നും പറഞ്ഞ് കർത്താവെന്നും പറഞ്ഞ് ഈശ്വരനെയും വിളിച്ച് ആത്മാവിനെ നഷ്ടപ്പെടുത്താൻ ജീവിച്ചിട്ട് നമുക്കിപ്പോൾ നിമ്പതേക്കാൾ ബുദ്ധിമുട്ടാണ് കാര്യങ്ങൾ. അപ്പോൾ അവരും നമ്മളെ കൊഞ്ഞങ്ങാക്കിട്ട് ചിരിക്കും. നിങ്ങൾ വലിയ ദൈവം കളിച്ച് നടന്നിട്ട് എങ്ങനെ ഉണ്ട്, ഞൊട്ടിയില്ലെന്ന് ചോദിക്കും. അതാണ് പ്രശ്നം. ഞൊട്ടും നമ്മൾ ഈ ഭൂമിയിൽ വിശ്വാസം ചിലപ്പോൾ ഞൊട്ടിയെന്ന് വരും. അവിശ്വാസി രക്ഷപ്പെട്ടെന്ന് വരും. അഭിപ്രായങ്ങളുമല്ല, പണ്ട് വരെ ഉള്ളതാണ്. കാര്യം എന്താണെന്ന് അറിയാമോ? നമ്മൾ ഈ രീതിയിലെ കപ്പയും കഞ്ഞിയും കണ്ടല്ല ജീവിക്കണത്. ഈ ഭൂമിയിലെ കപ്പയും കഞ്ഞിയും കണ്ടല്ല നമ്മൾ ജീവിക്കണത്. നമുക്ക് ഒരാളെ കണ്ട് ജീവിക്കത്തുള്ളൂ. ദൈവിക്കുന്ന ആളാ. അയാൾക്ക് എന്താ പ്രശ്നം അറിയാവാ? അയാൾക്ക് മരണമില്ല. ശ്രുതിയുടെ ഹല്ലേലൂയ. എൻ്റെ മക്കളെ, അതിൻ്റെ അതൊക്കെ വരുന്ന വിഷയം എന്താണെന്ന് അറിയാമോ? വരാനിരിക്കുന്ന ലോകത്ത് എന്താണ് പറയണത്? നിത്യജീവൻ. എന്തെങ്കിലും വചനം പാലിക്കാൻ പ്രയാസമുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയും. പാലിക്കാൻ പ്രയാസമുള്ള ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഉള്ളിലെല്ലാം ദൈവം നിത്യജീവൻ വെച്ചിരിക്കുന്നു. പരിശുദ്ധ കുർബാനയെക്കുറിച്ച് സംസാരിച്ചില്ലേ? പരിശുദ്ധ കുർബാനയെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്താണ് അവർ പറഞ്ഞത്? കേട്ടവരെന്താ പറഞ്ഞത്? ഈ വചനം ദുർഗ്രാഹ്യമാണ്, ഗ്രഹിക്കാൻ പറ്റണില്ല. യോഹന്നാൻ 6:60 ഈ വചനം ദുർഗ്രാഹ്യമാണ്. 6:68 ഈ വചനം ദുർഗ്രാഹ്യമാണ്. 6:60 മുതൽ 68 വരെയുള്ള വചനങ്ങൾ. 6:60 പറയണത് ഈ വചനം ഗ്രഹിക്കാൻ പറ്റണില്ല. നിന്റെ ശരീരം ഭക്ഷിച്ചില്ലെങ്കിൽ ഞാൻ മരിക്കുമെന്നോ? നീ മറിയത്തിൻ്റെ മകനല്ലേ? മാനുഷികമായി കർത്താവിനെ കണ്ടവർക്ക് കർത്താവിൻ്റെ വചനം ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. അവരോരോരുത്തരായി പിരിഞ്ഞു പോയി. നീ പിരിഞ്ഞു പോയില്ല. നീ പള്ളിയിലൊക്കെ വരുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും മനസ്സുകൊണ്ട് നീ എന്ന് പിരിഞ്ഞു പോയിരിക്കുന്നു കർത്താവിൻ്റെ അടുക്കുന്ന. പ്രാർത്ഥിക്കാൻ താമസിക്കണത്, പ്രാർത്ഥിക്കുമ്പോൾ ആദ്യത്തെ കുറിച്ചൊക്കെ തന്നെ നീ ചടഞ്ഞു കിടന്ന് മുട്ട നിൽക്കേണ്ട നീ ചടഞ്ഞു കിടക്കണതും നീ പിരിഞ്ഞു പോയതിൻ്റെ സൂചനയാണ്. പള്ളി വന്നിട്ട് കുർബാന എടുക്കുമ്പോൾ തന്നെ, ഉയർത്തുമ്പോൾ തന്നെ, കുർബാന ഡിസ്ട്രിബ്യൂട്ട് ആകുമ്പോൾ തന്നെ ഇറച്ചിക്കടയിൽ പോണത് പിരിഞ്ഞു കഴിഞ്ഞ് പോയതിൻ്റെ സൂചനയാണ്. ഇങ്ങനെ ഓരോരുത്തർ പിരിഞ്ഞു പോയ ആൾക്കാരെ നമുക്ക് കാണാം. വേറെ എന്തോ കൊണ്ട് തൽക്കാലത്തേക്ക് സമൂഹത്തിൻ്റെ നടപ്പ് കൊണ്ട് മാത്രം നിലനിന്ന് പോകുകയും ആത്മബന്ധം ദൈവത്തിൽ പിരിഞ്ഞു പോകുകയും ചെയ്യുന്ന ആൾക്കാർക്ക് പ്രാർത്ഥനയ്ക്ക്, ആത്മാവിന് പനിയായത് കാരണം പ്രാർത്ഥനയ്ക്ക് മടുപ്പ് വരും. ദൈവത്തിലെ നിനക്ക് പ്രാർത്ഥനയ്ക്ക് മടുപ്പുണ്ടോ? അതുകൊണ്ടാണ് ലൂക്കാ 18:1 പറയുന്നത്, എന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ പിരിഞ്ഞു പോയവർക്ക് ഇന്നലെ നാളെ മടുപ്പുണ്ടാകും. അതുകൊണ്ട് മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കേണ്ടി വരും. പ്രാർത്ഥനയ്ക്ക് ഉത്തരം അപ്പം തരികണമെന്ന് വിചാരിക്കരുതെന്ന്. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മൾ ദൈവത്തോട് സത്യസന്ധമായ വിശ്വാസികളായിട്ടും വചനത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് വളരാൻ വേണ്ടി ദൈവം നമുക്ക് നൽകിയ അവസരമാണ്. അത് നമ്മൾ സത്യസന്ധമായ ദൈവവചനം പോലെയാണ് അത് പ്രയോജനപ്പെടുത്തേണ്ടത്. എല്ലാ വചനങ്ങളും, ചില വചനങ്ങൾ ദുർഗ്രാഹ്യമാണ്. അപ്പോൾ കർത്താവ് പത്രോസിനോട് ചോദിച്ചു, എല്ലാവരും കഠിനമായിട്ട് പോയല്ലോ, വചനം കഠിനമാണെന്ന് പറഞ്ഞ് പോയല്ലോ, ഇതുപോലെ പിന്തിരിഞ്ഞ് പ്രാർത്ഥിക്കാതെ സാക്ഷ്യം വഹിക്കാതെ നിനക്കും പോകണമെന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പത്രോസ് എന്താ പറഞ്ഞത്? ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോകും? പോകാതിരിക്കാൻ കാരണം എന്താണ്? നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലാണല്ലോ. ദൈവവേദന 6:68 എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? ഏതെങ്കിലും വചനം ദുർഗ്രാഹ്യമായാൽ ആ ദുർഗ്രാഹ്യമായ വചനങ്ങൾ നടപ്പിൽ വരുത്താൻ ആഗ്രഹിക്കുമ്പോൾ ആ വചനത്തിൻ്റെ കൂടെ ഭൗതിക അനുഗ്രഹം മാത്രമല്ല, നിത്യജീവൻ വരെ ദൈവം സൂക്ഷിച്ച് വെച്ചിരിക്കുന്നു. ദൈവവേദന ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, ആത്മാവിൻ്റെ കൊളസ്ട്രോൾ ആണെങ്കിൽ, ബാഡ് കൊളസ്ട്രോൾ ആണെങ്കിൽ ഗുഡ് കൊളസ്ട്രോൾ കയറ്റിയിട്ട് നമുക്ക് അതിൻ്റെ ബോഡിയെ മെയിൻറ്റെയിൻ ചെയ്തെടുക്കാവുന്ന ആത്മാവിനെ. അതെന്ന് പറഞ്ഞാൽ ചില ദുർഗ്രാഹ്യമായ വചനങ്ങൾ പാലിക്കുമ്പോൾ അതിനെല്ലാം നിത്യജീവനുണ്ട്. ഇപ്പോൾ മർക്കോസിൻ്റെ 10:30 ആ വചനം പാലിക്കാൻ പ്രയാസമായപ്പോൾ പറഞ്ഞത് എന്താണ്? വരാനിരിക്കുന്ന കാലത്ത് ഈ അരിഷ്ടതയെ പിടിച്ച പ്രായോഗികമല്ലാത്ത വചനങ്ങൾ പാലിക്കാൻ വേണ്ടി ബോധപ്പെടുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ദൈവം ജീവൻ വെച്ചിട്ടുണ്ടെന്ന്. ഇപ്പോൾ 6:68 യോഹന്നാന്റെ സുവിശേഷത്തിലും അത് തന്നെയാണല്ലോ പറയണത്. ഏതെങ്കിലും പ്രോജക്റ്റുകൾ
നിങ്ങൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ, ഇപ്പോൾ ഒരു കല്യാണക്കാര്യം വന്നപ്പോൾ അമ്മയും മകനും കൂടി ഇടിയാണ്. എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ വീട്ടിൽ അമ്മയുടെ അപ്പനെയും അമ്മനെയും കൊണ്ടുവന്നിട്ടുണ്ട്. അവർക്ക് നോക്കാൻ ആരുമില്ല. അനിയത്തിയുടെ ഭർത്താവ് മരിച്ചു പോയത് കാരണം അനിയത്തി ജോലിക്ക് പോയിരിക്കുകയാണ്. 2 പെമ്മക്കളാണ്. പിന്നെ മൂത്ത ചേച്ചിയുടെ കെട്ടിച്ച വീട്ടിൽ അപ്പനും അമ്മയും അവരുടെ അപ്പനും അമ്മയും ഉണ്ട് ഭർത്താവിൻ്റെ. ഇപ്പം അനിയത്തി ഭർത്താവ് മരിച്ചപ്പോൾ ജീവിക്കണമെങ്കിൽ ജോലിക്ക് പോകണം. അതുകൊണ്ട് അനിയത്തിയുടെ മക്കളെ അപ്പനെ കൊണ്ടുവന്ന് അവരുടെ വീട്ടിൽ നിൽക്കുകയായിരുന്നു. അപ്പനെയും അമ്മനെയും കൊണ്ടുവന്ന് എവിടെയാക്കി ചേർത്തരി വീട്ടിൽ. ഇപ്പം ചേർത്തരി വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഭർത്താവിൻ്റെ അപ്പനും അമ്മയും ഉണ്ട്, ഭാര്യയുടെ അപ്പനും അമ്മയും ഉണ്ട്. അപ്പോൾ ചേട്ടത്തിക്കൊരു മകനുണ്ട്. അവൻ്റെ കല്യാണത്തിന് ആൾക്കാർ ദൈവം ഇതെന്ത് വയസ്സം കൊളഞ്ഞാന്ന് 4 കല്യാണക്കാരന് 4 കാലം വീണ് ഓടണേ. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ പറഞ്ഞു, അതിൻ്റെ പേരിൽ നീ അപ്പനും അമ്മനെ തള്ളിവിടരുത്. നമ്മൾ ഈ പ്രയാസം നിന്നുകൊണ്ട് തന്നെ നമ്മൾ മകളെ കെട്ടിക്കും, അല്ലെങ്കിൽ നമ്മുടെ മകനെ കെട്ടിക്കും. അവർ കിട്ടാൻ പോണ പെണ്ണിനെ മനുഷ്യന്മാരെ തരത്തില്ല, നിന്റെ കർത്താവ് നിനക്ക് തരുമെന്ന്. സുധിയുടെ ഹല്ലേലൂയ. മക്കളെ, ഇതുപോലുള്ള ചില പ്രോജക്റ്റുകളെ, ഇതൊരു പ്രോജക്റ്റാണ്. ആ മകനും മനസ്സിലാക്കണം ഞങ്ങളുടെ അമ്മ ചെയ്യണ ഒരു പ്രോജക്റ്റാണെന്ന്. എന്താ കാര്യം? ദൈവത്തിന് വേണ്ടി ഒരു വേല ചെയ്യണം. നമ്മളെ ദൈവത്തിന് വേണ്ടി ഒരു വേല ചെയ്യണം. അപ്പോൾ ദൈവത്തിന് വേണ്ടിയാണ് വേല ചെയ്യണമെന്ന് പറയുമ്പോൾ ഈ വചനം പാലിക്കാൻ ബുദ്ധിമുട്ടാണ്. മനസ്സിലായോ? ഭർത്താവിൻ്റെ അപ്പനും അമ്മ ഇവിടെ ഉണ്ട്, ഭാര്യയുടെ അപ്പനെ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നു, നമ്മുടെ കല്യാണം നടക്കണില്ല. ഇതൊരു പദ്ധതിയാണ്. ഈ പദ്ധതി ചെയ്യാൻ വേണ്ടി ഇത് കർത്താവിൻ്റെ വചനമാണ് നമ്മൾ പാലിക്കണത്. മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക എന്നുള്ള 4-ാം പ്രമാണം നമ്മൾ പാലിക്കണത്. ഈ 4-ാം പ്രമാണം പാലിക്കാൻ വേണ്ടി കർത്താവ് നിനക്ക് അവസരം തരുമ്പോൾ കർത്താവ് ജോസഫ് അച്ഛനോട് പറയുന്നു, ദൈവവേദരെ ഈ അപ്പനും അമ്മനെ നോക്കുന്ന കുടുംബത്തിന് വേണ്ടി ഇത് നോക്കിക്കഴിഞ്ഞാൽ മാത്രം നിത്യജീവൻ അതിനെ ഉറപ്പിച്ച് വെച്ചിരിക്കുകയാണ്. കാര്യം എന്താണ്? കടുകട്ടിയായ വചനങ്ങളെ പാലിക്കാൻ പ്രയാസമുള്ള വചന സാഹചര്യങ്ങളെല്ലാം ദൈവം നിത്യജീവനെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നു. കൈ അടിച്ച് കർത്താവ്. ദൈവത്തിന് നമ്മളെ കൈവിടാനായിരുന്നെന്നുണ്ടെങ്കിൽ കർത്താവിനെ അയച്ച് പരുവത്തിലാക്കേണ്ട കാര്യമില്ല. അപ്പം കൈവിടാതിരിക്കാൻ വേണ്ടിയാണ് കർത്താവിനെ സ്വന്തം മകനെ അയച്ചു തന്നത്. ആ ദൈവത്തിൻ്റെ സ്നേഹത്തെ നീ വിശ്വാസത്തിലെടുക്കണം. അതുകൊണ്ട് നീ പതറരുത്, മരിക്കാൻ തീരുമാനിക്കുകയും ചെയ്യരുത്. കാര്യം എന്താ? നീ ഇവിടെ കൊണ്ട് നിന്നെ വരുത്തിയില്ലേ, ഇവിടെ നീ വന്നില്ലേ, ഈ മണ്ണിൽ നീ കാലുകുത്തി കഴിഞ്ഞപ്പോൾ എന്താ എൻ്റെ അർത്ഥം? നിൻ്റെ വിഷയത്തിൽ ദൈവത്തിന് പ്ലാനുണ്ട്. ദൈവത്തിന് കൃത്യമായിട്ട് നിന്നെ രക്ഷപ്പെടുത്താനുള്ള മാർഗമുണ്ട്. ഇനി നീയായിട്ട് ആ മാർഗം കളയരുത്. ഉടമ്പടി ചെയ്ത് കഴിഞ്ഞാൽ ആ ഉടമ്പടി തന്നെയാണ് ഒരു മാർഗം. എന്താ കാര്യം? നമ്മൾ 6 കാര്യങ്ങൾ ചെയ്യുകയാണ്. കാരുണ്യപ്രവൃത്തി ചെയ്യണില്ലേ? അല്ലേ? ചെയ്യണ്ട. ഇല്ലെങ്കിൽ കൗൺസിലിംഗ് വരുമ്പോൾ അറിയാൻ പറ്റും. കാരുണ്യപ്രവൃത്തി അതാര് പറഞ്ഞതാ? കർത്താവ് പറഞ്ഞതാണ്. എന്താ പറഞ്ഞത്? ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. എനിക്ക് വിശന്ന്, നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു എന്ന് പറയുമ്പോഴേ കർത്താവ് പറഞ്ഞ ഇതുപോലെ ഈ ചെറിയവരിൽ ഒരുവനെ നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോഴേ എനിക്ക് തന്നെയാണ് ചെയ്ത് തന്നത്. കാരുണ്യപ്രവൃത്തിയാണ്. അപ്പോൾ ആഴ്ചയിലോ മാസത്തിലോ ഒരു കാരുണ്യപ്രവൃത്തി ചെയ്യാൻ ബാധ്യസ്ഥമാണ്. ഇപ്പം ഞാൻ നിങ്ങളോട് പറയുകയാണ്, കാരുണ്യപ്രവൃത്തി ഈ മാസം, കഴിഞ്ഞ ഒക്ടോബർ മാസം ചെയ്തവർ കൈപൊക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എത്ര പേര് കൈപൊക്കും? കൈപൊക്കണ്ട, നീര് വരും. അത് നിങ്ങൾ ചില ആൾക്കാർ വിട്ടിരിക്കുകയാണ്, നിങ്ങൾ എണ്ണിപ്പിടിച്ചോണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഉടമ്പടി ചെയ്ത് 1 2 ഒരാഴ്ചയായി, 2 ആഴ്ചയായി, 3 ആഴ്ചയായി. അപ്പോഴാ കാരുണ്യപ്രവൃത്തി എന്ത് കാരുണ്യപ്രവൃത്തിയാണ് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ മിക്കവാറും നിങ്ങൾ പറയും, എൻ്റെ നാത്തൂൻ്റെ മോന് എഞ്ചിനീയറിന് പോകാൻ വേണ്ടി ഞങ്ങൾ കാശ് കൊടുത്തെന്ന് പറയും. അപ്പോൾ ഞാൻ പറയും, നാത്തൂൻ്റെ മോൻ എന്ന് പറഞ്ഞാൽ ആരാ? ഭർത്താവിൻ്റെ പെങ്ങൾ. ഭർത്താവിൻ്റെ പെങ്ങളെന്ന് പറഞ്ഞാൽ ആരാ? അവർക്ക് നിങ്ങളുടെ വീട്ടിൽ അവകാശമുണ്ട്. പണ്ട് നമ്മളുടെ ചെറിയ സ്ത്രീധനമാണ് കൊടുത്ത് വിട്ടത്. അവകാശപ്പെടുത്ത കാശ് കൊടുത്തെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കാരുണ്യപ്രവൃത്തിയോട് പറയുകയാണ്. നാത്തൂൻ്റെ മോന് എഞ്ചിനീയറിന് പോകാൻ വേണ്ടി 25,000 രൂപ കൊടുത്ത് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരുണ്യപ്രവൃത്തിയായിട്ട്. ഞാൻ പറഞ്ഞത് കാരുണ്യപ്രവൃത്തിയല്ല, അത് നിങ്ങളുടെ ഭർത്താവിൻ്റെ പെങ്ങളാണ്. അത് ഭർത്താവിൻ്റെ അപ്പൻ്റെ ഓഹരി അവരാണ് നിങ്ങൾ അനുഭവിക്കുന്നത്. എല്ലാം സ്ത്രീധനമായിട്ട് കൊടുത്തിട്ടൊന്നുമില്ലല്ലോ. എല്ലാം സ്ത്രീധനമായിട്ട് നിങ്ങൾ മേടിക്കാൻ ചെയ്ത് കേട്ടോ. പെണ്ണുങ്ങൾ ഇത്തിരി ബുദ്ധിമുട്ടാണിപ്പോൾ. എല്ലാം സ്ത്രീധനമായിട്ട് മേടിക്കരുത്. എന്താ കാര്യം? കണക്ക് പറഞ്ഞ് കാശ് മേടിക്കരുത്. എന്താണ് കാര്യം? നിൻ്റെ അപ്പനും അമ്മയും അവിടെ ജീവിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ തന്നെ നിൻ്റെ അപ്പനും അമ്മയും ജീവിതകാലം പടി നോക്കിയ നിൻ്റെ നാത്തൂനും മക്കളും അവിടെ ജീവിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇട്ടറിഞ്ഞിങ്ങനെ കുത്തിനും പിടിച്ച് കാശ് മേടിച്ച് പോകാൻ ഇത് ബ്ലേഡ് കമ്പനി ഒന്നും അല്ലല്ലോ. മനസാക്ഷിയില്ലാതെ ഒരു പെങ്ങന്മാരും ആങ്ങളമാരോട് പെരുമാറരുത്. പക്ഷേ ആങ്ങളമാർ പെങ്ങന്മാരോട് അങ്ങനെ പെരുമാറാൻ പാടില്ല. എന്താ കാര്യം? കണ്ണുനീരാരുടെയും പൊടിയാൻ ദൈവത്തിന് ഇഷ്ടമില്ല. ആരുടെയെങ്കിലും നിങ്ങളുടെ നീചത്തരം കൊണ്ട് ആരുടെയെങ്കിലും കണ്ണുനീര് പൊടിയണത് കണ്ടാൽ ഉടമ്പടി അപ്പം ബ്രേക്കാവും. എൻ്റെ മക്കളെ, നമ്മൾ ഈ വചനം കേൾക്കുന്നില്ലേ? നിങ്ങളെ വചനം പഠിക്കുന്നില്ലേ? എന്താ പഠിക്കണമെന്നറിയാവോ? യേശുവിനെയാണ് പഠിക്കുന്നത്. യേശുവിനെ മാത്രമല്ല പഠിക്കുന്നത്, നിത്യജീവനെക്കുറിച്ചാണ് പഠിക്കുന്നത്. നിത്യജീവനെക്കുറിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആലപ്പുഴ വരെ പോയാൽ പറ്റത്തില്ല.
അല്ലേ? ആലപ്പുഴ പോണവന് അമേരിക്ക പോണവന് ഒരു ടിക്കറ്റാണ്? അല്ല. ആലപ്പുഴ പോണവന് അമേരിക്ക പോണവന് ഒരേ പ്രോസസ്സാണ്? അല്ല, പ്രോസസ്സ് വ്യത്യാസമുണ്ട്. സാധാരണ ലോക്കലായിട്ട് കെട്ടി പോകാൻ പോണ മനുഷ്യനും നിത്യത വരെ പോകാൻ പോണ മനുഷ്യനും ഒരു ടിക്കറ്റാണ്. എൻ്റെ ദൈവത്തിലെ യു മസ്റ്റ് പേ. നീ ഇതിന് വേണ്ടി പേയ്മെൻറ്റ് നടത്തണം. അതാണ് ചോദിച്ചിരിക്കണം. അത്രേ ഉള്ളൂ. നീ ഇപ്പോൾ നീ കർത്താവിന് നിത്യജീവൻ, അത് ചുമ്മാ ഒരു നിത്യജീവൻ എന്ന് പറഞ്ഞ നസ്രുദ്ദീൻ മുല്ലാക്കാട് സൂപ്പ് എന്ന് പറഞ്ഞ പോലെ സൂപ്പ് വെള്ളമല്ല സംഭവം. നസ്രുദ്ദീൻ മുല്ലാക്കായ്ക്ക് ഒരുത്തൻ ഒരു താറാവിനെ കൊടുത്ത് അയാളത് സൂപ്പാക്കി. അപ്പോൾ കൂട്ടുകാരൻ മനുഷ്യൻ പറഞ്ഞ് ഞാൻ അപ്പോൾ താറാവ് തന്ന ആൾ വന്ന് അച്ഛൻ പറഞ്ഞ് സൂപ്പായി അപ്പോൾ ഒരു ഗ്ലാസ് കൊടുത്ത്. അപ്പോൾ താറാവ് തന്ന ആളിൻ്റെ ഫ്രണ്ട് മനുഷ്യൻ പറഞ്ഞ് ഞാൻ താറാവ് തന്ന ആളിൻ്റെ ഫ്രണ്ടാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾക്ക് ഇത്തിരി സൂപ്പ് കൊടുത്ത്. പിന്നെ വേറെ അടുത്ത മനുഷ്യൻ പറഞ്ഞ് താറാവ് തന്ന ആളിൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടാണ്. അപ്പോഴേ നസ്രുദ്ദീൻ മുല്ലാക്ക ചൂടുവെള്ളം കൊടുത്ത്. എന്താണ്? സൂപ്പിൻ്റെ സൂപ്പാണെന്ന്. അതുപോലെയാണ് മനുഷ്യൻ്റെ കാര്യം. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നിത്യജീവൻ നമ്മുടെ ജീവിതത്തിൻ്റെ പരമമായ ഒരു ലക്ഷ്യമാണ്. ഈ കാര്യത്തെക്കുറിച്ച് നമ്മൾക്കൊരു ബോധമുണ്ടാകണം. ഈ കാര്യത്തിൽ വ്യക്തത വന്നാൽ ബാക്കിയെല്ലാം വ്യക്തതയായി. ഈ വ്യക്തത ഇല്ലാത്തത് എന്താ കാര്യം? നിത്യജീവനെക്കുറിച്ച് നിനക്ക് വ്യക്തത ഇല്ലെങ്കിൽ പിന്നെ ഒന്നിനും വ്യക്തത ഉണ്ടാകത്തില്ല. നിൻ്റെ ബിസിനസ്, നിന്നെ പറ്റിച്ചവർ, നിന്നെ ഗോപി വരപ്പിച്ചവർ, നിന്നെ പകയോടെ നിന്നെ സൈഡ് ലൈനാക്കിയവർ, ഇങ്ങനെ എന്തുമാത്രം ആൾക്കാരോടാണ് നമ്മൾക്ക് പ്രതികാരം ചെയ്യാനുള്ളത്. നീ പ്രതികാരം ചെയ്യേണ്ടെന്നൊന്നും ഈശോ പറഞ്ഞില്ല. മറ്റെന്താ പറഞ്ഞത്? നീയായിട്ട് ചെയ്ത് കൈനാറ്റിക്കേണ്ട, ഇങ്ങോട്ട് വിട്ടാലും ഞാൻ ചെയ്തോളാം എന്നല്ലേ പറഞ്ഞത്. റോമാലേഖനത്തിൽ എന്താ പറയണത്? പ്രതികാരം എൻ്റെതാണ്, ഞാൻ ചെയ്തോളാം. അല്ലേ? റോമാലേഖനത്തിൽ പ്രതികാരം എൻ്റെതാണ്, ഞാൻ ചെയ്തോളാം എന്ന് പറയാൻ കാര്യം എന്താ? നീ ചെയ്യാൻ പോയുള്ള കുഴപ്പം എന്താ? നിൻ്റെ നിത്യജീവനാണ് നഷ്ടപ്പെടാൻ പോണത്. ദൈവം അത് സംരക്ഷിക്കാൻ വേണ്ടി മറ്റൊരു ഗ്രൂപ്പുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്, ഞാൻ കൈകാര്യം ചെയ്തോളാമെന്ന്. അതായത് നമ്മുടെ നിത്യജീവൻ, പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ പോലെ നമ്മുടെ നിത്യജീവൻ യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധമായ രക്തത്തിൻ്റെ വിലയാണ്. ഇത് വിശ്വാസിയുടെ കാര്യമാണ് ഞാൻ പറയണത്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി കോംപ്രമൈസ് നമ്മൾ ചെയ്യും, ഇല്ലേ? ചെയ്യത്തില്ലേ? ഇപ്പോൾ ഗർഭിണികളായിട്ടുള്ള ആൾക്കാർ എന്തുമാത്രം കോംപ്രമൈസ് ചെയ്തിട്ട് അവർ ജീവിക്കുന്നത്. അവർ സാധാരണ ആരോഗ്യമുള്ള ആൾക്കാരെ പോലെ ഓടുകയും കിടക്കുകയും മറിയുകയും കുത്തിമറിയുകയും ചെയ്യുമോ? ഇല്ല. അവർ വെള്ളം കോരണ വരെ സൂക്ഷിച്ചാണ് ചെയ്യണത്. അവരെല്ലാ ഭക്ഷണം എടുത്ത് കഴിക്കുമോ? ഇല്ല. ചില ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അവിടെ ഗർഭം തന്നെ പോകും അങ്ങോട്ട്. അപ്പം അതുകൊണ്ട് അവർ സൂക്ഷിച്ചാണ് ഭക്ഷണം കഴിക്കണത്. ഇതുപോലെ നിത്യജീവൻ ഓഹരിയാക്കിയ വിശ്വാസി എല്ലാത്തിനോടും കോംപ്രമൈസ് ചെയ്യത്തില്ല. കുറേ കാര്യങ്ങളിൽ നിന്ന് അവൻ വിട്ടു നിൽക്കും. മറ്റുള്ളവർ ചെയ്യണ പോലെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അത് ചിലപ്പോൾ മറ്റുള്ളവർക്കൊരു നഷ്ടമായിട്ട് തോന്നും, ഇല്ലേ? ഇപ്പം മറ്റുള്ളവർക്ക് നഷ്ടമായിട്ട് തോന്നും. എന്താ കാര്യം? അവർക്ക് നഷ്ടമായിട്ട് തോന്നി കുഴപ്പമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഞങ്ങൾ തന്നെ നിത്യജീവൻ്റെ എന്നോട് ചോദിക്കണ അച്ഛാ പ്രീസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കർത്താവിന് മുന്തിരിത്തോട്ടോ അങ്ങനെ കാര്യങ്ങളൊന്നും പറയത്തില്ല. എന്താണ്? നിത്യജീവൻ്റെ ശുശ്രൂഷകനാണ്. ഈ ജന്മം ഇങ്ങനെ വെച്ചിരിക്കണേ എന്തിനാ? 24 hours. ഇനി ഒരു ജന്മം കിട്ടിയത് തന്നെ ചെയ്യത്തുള്ളൂ. എന്താ കാര്യം എന്നറിയാമോ? ഇത് നിത്യജീവൻ്റെ ശുശ്രൂഷയാണ്. നമുക്ക് അഭിമാനമുണ്ട്. എന്താണ്? ഒന്നും മാറ്റിയെടുക്കാതെ, ഒന്നും സ്വന്തമായിട്ട് എടുക്കാതെ ഈ ജന്മം മൊത്തം നിത്യജീവന് വേണ്ടി കൊടുത്തു എന്നുള്ളത്. അനേക ആൾക്കാരുടെ ഹൃദയങ്ങളിൽ അവന് യേശുക്രിസ്തു നേടിയെടുത്ത നിത്യജീവൻ. ഈശോ എന്നാ പറഞ്ഞത്? ചുമ്മാ ഉണ്ടാകാമെന്നല്ല പറഞ്ഞത്, ചുമ്മാ നിത്യജീവൻ ഉണ്ടാകണമെന്ന് പറഞ്ഞത്. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമർത്ഥമായി. എന്താണ്? എങ്ങനെയെങ്കിലും നിത്യജീവൻ ഉണ്ടായാൽ പോരാ, അത് സമർത്ഥമായ സൂപ്പിൻ്റെ സൂപ്പ് ആയിട്ട് കാര്യമില്ല. നിത്യജീവൻ്റെ ജീവനായിട്ട് പച്ചവെള്ളമായിട്ട് കാര്യമില്ല. ഈശോ പറഞ്ഞു നിത്യജീവൻ സമർത്ഥമായിരിക്കണമെന്ന് പറഞ്ഞു. എപ്പോഴും എൻ്റെ മക്കൾ പ്രാർത്ഥിക്കണം, ധാരണയെ സുഖപ്പെടുത്താൻ പ്രാർത്ഥിക്കണം. ഈ പ്രശ്നം മുഴുവൻ ഉണ്ടായിരിക്കുന്ന ധാരണയാണ്. സ്വർണ്ണത്തെക്കുറിച്ച് ധാരണ, വീടിനെക്കുറിച്ച് ധാരണ, വീട്ടുകാരെക്കുറിച്ച് ധാരണ, സ്വന്തപ്പെട്ടവരെക്കുറിച്ച് ധാരണ, എല്ലാത്തിനും ധാരണ. അപ്പോൾ എന്ത് പറ്റും? ധാരണ അതിലംഘിക്കേണ്ടതാണ് മക്കളെ, എന്നാലേ സമാധാനം കിട്ടത്തുള്ളൂ. ധാരണയില്ലേ നമുക്ക്? ഭർത്താവിനെക്കുറിച്ച് ധാരണ ഉണ്ടാവും, അല്ലേ? ഭാര്യയെക്കുറിച്ച് നമുക്ക് ധാരണ ഉണ്ടാവും, അമ്മായിയമ്മയെക്കുറിച്ചൊക്കെ ധാരണ ഉണ്ടാവും. ഇത് നമ്മുടെ മുൻ പരിചയവും നമ്മളുടെ പഴയ കാല അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലൊരു ധാരണയാണ്. ഈ ധാരണ സുഖപ്പെടണം. നമുക്ക് കസ്മാറ്റിക്കാർ ആന്തരിക സൗഖ്യത്തിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കും. പക്ഷേ എനിക്ക് പലപ്പോഴും തോന്നിയിരിക്കുന്നത്, ഞാനതിനെ വിമർശിക്കണില്ല, പക്ഷേ എനിക്ക് തോന്നിയിരിക്കുന്നത് മനുഷ്യൻ്റെ പ്രശ്നങ്ങളിൽ ധാരണ ഒരു വിഷയമാണ്. ധാരണ, എന്തിനെ കുറിച്ചുള്ള ധാരണ. ആ ധാരണക്കെതിരെ എന്തെങ്കിലും സംഭവിക്കുമ്പോഴാണ് ഇവർ പൊട്ടിത്തെറിക്കണത്. അപ്പോൾ ധാരണയുടെ മേലൊരു സൗഖ്യം കിട്ടിയാൽ സമാധാനമാകും. അതിന് ബൈബിൾ പറയണത് ധാരണകളെ അതിലംഘിക്കണമെന്നാണ് പറയണത്. ധാരണകളെ
അത് ലംഘിക്കണം. ധാരണ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉദ്ദേശം എന്താണ്? അത് എന്തിനുള്ളതാണ്? അത് ലംഘിക്കാനുള്ളതാണ്. സൗന്ദര്യത്തെക്കുറിച്ചുള്ള ധാരണ, ആരോഗ്യത്തെക്കുറിച്ചുള്ള ധാരണ, ഭക്ഷണത്തെക്കുറിച്ചുള്ള ധാരണ, വസ്ത്രത്തെക്കുറിച്ചുള്ള ധാരണ, ഈ ധാരണയാണ് നമ്മുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഒന്നും തൃപ്തിയില്ലല്ലോ. നമ്മളെന്തിനാണ് ഫാഷൻ മാറി 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 ഇടുന്നത്? തൃപ്തിയില്ല. ഇപ്പം എങ്ങനെയുണ്ട് കണ്ണാടി പുറകെ നോക്കി, മുമ്പിൽ നോക്കി, ചെവി ആട്ടി നോക്കി, അതായത് മറ്റുള്ളവർ ചോദിച്ചില്ലേ. അപ്പോൾ നമുക്കൊരു ധാരണയുണ്ട്. ആ ധാരണ വരണവരെ നമ്മൾ അസ്വസ്ഥരായിരിക്കും. അപ്പം നമ്മുടെ അസ്വസ്ഥത എന്താ? നമ്മുടെ ധാരണയാണ് അസ്വസ്ഥത. അതുകൊണ്ട് ബൈബിൾ എന്ത് പറയും? എൻ്റെ മകളെ നിൻ്റെ അസ്വസ്ഥത, എൻ്റെ മകനെ നിൻ്റെ അസ്വസ്ഥത നിൻ്റെ ധാരണയാണ്. ഈ ധാരണയെ നീ അതിലംഘിക്കണം. ഈ ധാരണ എവിടെ നിന്ന് കിട്ടി? ഇപ്പോൾ തന്നെ നമ്മൾ സീരിയലൊക്കെ കാണുന്നവരാണ് നിങ്ങൾ. സീരിയൽ കാണുന്ന പാവപ്പെട്ടവൻ്റെ കുടുംബം വല്ലതും സീരിയലുണ്ടോ? ഇല്ല. എല്ലാം യൂറോപ്യൻ ഫ്രഞ്ച് ഫാമിലീസാണ് അവരുടെ ചുറ്റവട്ടങ്ങളെ കാണിക്കുന്നത്. എല്ലാം നല്ല ബംഗ്ലാവ് വീടുകളാണ് കാണിക്കുന്നത് അല്ലേ? നമ്മളിവിടെ പോകാൻ ബംഗ്ലാവ് വീട് ഉണ്ടാക്കാൻ. സീരിയലിൽ കാണുന്ന വീടുകളെല്ലാം എന്താണ്? വലിയ പോഷ് വീടുകളാണ്. ഒരു കോടി രൂപയുടെ വീടുകളൊക്കെയാണ് കാണിക്കുന്നത്. 1 കോടി രൂപയുടെ വീട്ടിൽ എത്ര രൂപയുടെ കട്ടിലിടണം? ഒരു 2 ലക്ഷത്തിൻ്റെ കട്ടിലെങ്കിൽ ഇടണം ഇല്ലേ? 2 ലക്ഷത്തിൻ്റെ കട്ടിൽ ഇടാൻ പറ്റും. വേണമെങ്കിൽ 2000ത്തിൻ്റെ കട്ടിൽ ഇടാൻ പറ്റും. ധാരണ എങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നതാണ്? 2 ലക്ഷത്തിൻ്റെ കട്ടിലിൻ്റെ ധാരണയാണ് ഇപ്പോഴത്തെ പൊടിപ്പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. പണി വരാൻ പോകുന്നുണ്ട്. 2 ലക്ഷത്തിൻ്റെ കട്ടിലിൻ്റെ ധാരണയാണ് ഈ ഇതുപോലെയുള്ള വിഷ്വൽ മീഡിയയിലൂടെ നമ്മുടെ കുഞ്ഞുമക്കൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇവർ വലുതാകുമ്പോൾ കട്ടിലാണെങ്കിൽ അത്തരം കട്ടിലായില്ലേ പിന്നെ എന്ത് കട്ടിലെന്ന് ചോദിക്കണം. ഒരു കാലത്തിൽ അവരുണ്ടാക്കുന്ന കട്ടിൽ ദുഃഖങ്ങൾ ആരുടേതായിരിക്കും? അവരുണ്ടാക്കിയെടുത്തതായിരിക്കും ഇല്ലേ? അപ്പോൾ ബൈബിൾ എന്താ പറഞ്ഞത്? ധാരണകൾ അതില്ലെങ്കിൽ ഫിലിപ്പിയർ 4:6 എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക. പറഞ്ഞേ, ഇടതടവില്ലാതെ പ്രാർത്ഥിക്കുക, എല്ലാ കാര്യങ്ങളിലും കൃതജ്ഞത പ്രകാശിപ്പിക്കുക. അപ്പോഴേ നിങ്ങളുടെ ധാരണകളെ അതിലംഘിക്കുന്ന ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയത്തെയും നിങ്ങളുടെ ചിന്തകളെയും കർത്താവായ യേശുക്രിസ്തുവിലെ സൂക്ഷിച്ചുകൊള്ളും. കൈ അടിച്ച് കർത്താവ്. അപ്പോൾ ഈ ധാരണകളുടെ മേൽ സൗഖ്യം കിട്ടാൻ വേണ്ടി എൻ്റെ മക്കളെ സ്തുതിച്ചാൽ മതി. അച്ഛൻ പ്രാർത്ഥിച്ചു തന്നോളാ. ശ്രുതികട ഹല്ലേലൂയ. നല്ലവനായ ഈശോയെ, നിന്റെ വിശുദ്ധമായ രക്തം കർത്താവേ അങ്ങ് തളിക്കണമേ കർത്താവേ. ഈശോ നിന്റെ വിശുദ്ധ രക്തത്തെ കർത്താവേ തളിക്കണമേ കർത്താവേ. ധാരണകളെ കർത്താവ് അതിലംഘിക്കണമേ കർത്താവേ. ധാരണ ഉണ്ടാക്കുന്ന നിരാശകൾ, ധാരണ ഉണ്ടാക്കുന്ന എല്ലാ തരത്തിലുള്ള അസ്വസ്ഥതകൾ ഈശോയെ അങ്ങ് സ്പർശിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധ രക്തം കർത്താവേ എല്ലാ ധാരണകളും അതിജീവിക്കട്ടെ, എല്ലാ ധാരണകളും അഭിഷേകം ചെയ്യട്ടെ. മനുഷ്യൻ്റെ ഭാരങ്ങൾ, അസ്വസ്ഥതകൾ പരിപൂർണമായി യേശുവിന്റെ നാമത്തിൽ മാറിപ്പോട്ടെ. ഹല്ലേലൂയ.